ശിവകാർത്തികൻ നായകനാവുന്ന അടുത്ത ചിത്രമാണ് SK-23. സിനിമയുടെ അടുത്ത ഷെഡ്യൂൾ ഇനിയിപ്പോൾ ചെന്നൈയിലായിരിക്കും ആരംഭിക്കുക. അതോടുകൂടി ഈ സിനിമയുടെ എൻ്റയർ ഷൂട്ട് കംപ്ലീറ്റ് ആകുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. സിനിമ അടുത്ത വർഷം പകുതിയിലായിരിക്കും റിലീസിനെല്ലാം എത്തുക. ശങ്കറിന്റെ സംവിധാനത്തിൽ ഇനി വരാനിരിക്കുന്ന ചിത്രമാണല്ലോ വേൾപ്പാരി എന്ന ചിത്രം. ഇതിന്റെ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ ശങ്കർ തന്നെ തന്നിരിക്കുകയാണ്. ഈ നോവൽ താൻ കോവിഡ് ടൈമിൽ വായിച്ചുവെന്നും വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നാണ് ഇപ്പോൾ ശങ്കർ തന്നെ പറഞ്ഞിട്ടുള്ളത്. സിനിമയുടെ റേറ്റിംഗിലേക്ക് ഉടൻ തന്നെ കടക്കുമെന്നും അതുപോലെ തന്നെ ഈ സിനിമ 3 പാർട്ടുകളായിട്ട് വരുന്നൊരു സിനിമയായിരിക്കുമെന്നാണ് ഇപ്പോൾ ശങ്കർ തന്നെ പറഞ്ഞിരിക്കുന്നത്. ദുൽഖറിന്റെ നായകനാക്കി വിജയന്തി മൂവീസ് നിർമ്മിക്കുന്ന ഒരു സിനിമ വരുമെന്ന് നേരത്തെ റിപ്പോർട്ടുകളെല്ലാം വന്നിരുന്നു. ഈ സിനിമ ഒരു പീരിയോഡിക് ആക്ഷൻ ഫിലിം ആയിരിക്കുമെന്നാണ് നേരത്തെ വന്ന റിപ്പോർട്ടുകൾ. ഇപ്പോൾ ഈ ചിത്രം ഇപ്പോൾ ഒരു ദുൽഖർ ഫാനെ തൃപ്തിപ്പെടുത്തുന്ന ഒരു സിനിമയായിരിക്കും, അതുപോലെ തന്നെ വലിയൊരു ചിത്രമായിരിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. സിനിമയുടെ ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനം ഈ മാസം അവസാനം പ്രതീക്ഷിക്കാം. സൂര്യയുടെ കുറച്ചു മുമ്പ് ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നൊരു സിനിമയായിരുന്നല്ലോ സുധോ കോൺഗ്രസ് സംവിധാനം ചെയ്യാനിരുന്നൊരു സിനിമ. ഈ സിനിമയിൽ ഇപ്പോൾ സൂര്യ പിന്മാറി എന്ന വാർത്തകളെല്ലാം നേരത്തെ വന്നിരുന്നു. ഇപ്പോൾ ഈ സിനിമയിൽ സൂര്യക്ക് പകരം ശിവകാർത്തികേയൻ കൺഫേം ആയി എന്നാണ് അറിയാൻ കഴിയുന്നത്. വരും ദിവസങ്ങളിൽ ഈ സിനിമയുടെ കൂടുതൽ അപ്ഡേഷൻസ് എല്ലാം ഇനി പ്രതീക്ഷിക്കുക. അജിത്ത് ചിത്രമായ ഗുഡ് ബാഡ് അഗ്ലി എന്ന സിനിമയുടെ ഒരു അപ്ഡേറ്റ് ഇപ്പോഴത്തെ മ്യൂസിക് ഡയറക്ടറായ DSP ഇപ്പോൾ തന്നിരിക്കുകയാണ്. സിനിമയിൽ ഒരു സോങ് ഇനി വരാനുണ്ടെന്നും ആ സോങ് ഫാൻസിന് അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന സോങ് ആണെന്നാണ് ഇപ്പോൾ DSP തന്നെ പറഞ്ഞിരിക്കുന്നത്. കൂടാതെ തന്നെ ആ സോങ്ങിൽ നല്ല രീതിയിൽ അജിത് കുമാർ ഡാൻസ് കളിച്ചിട്ടുണ്ടെന്നും ഇപ്പോൾ DSP പറഞ്ഞിട്ടുണ്ട്. അയറ എന്ന സിനിമയ്ക്ക് ശേഷം സർജുൻ കെ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ വരുന്നു. നയൻതാരയാണ് ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നത്. സിനിമയ്ക്ക് ഇപ്പോൾ കഥയെല്ലാം ഒരുക്കുന്നത് യൂട്യൂബ് റിവ്യൂവറായ ഭരതരാജ് രംഗനും കൂടിയാണ്. ഇതിപ്പോൾ ഒഫീഷ്യലായി തന്നെ കൺഫേം ചെയ്തിട്ടും കൂടിയുണ്ട്. മഞ്ഞുമ്പിൾ ബോയ്സ് എന്ന സിനിമയ്ക്ക് ശേഷം ഡയറക്ടർ ചിദംബരത്തിൻ്റെ അടുത്തൊരു സിനിമ വരുന്നു. ഈ തവണ വരുന്നത് ഒരു ബോളിവുഡ് സിനിമയായിരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ സിനിമ നിർമ്മിക്കുന്നത് ഫാൻറ്റം സ്റ്റുഡിയോസും കൂടിയായിരിക്കും. കാർത്തി സിനിമയായ സർദാർ 2 എന്ന സിനിമയുടെ ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനം ഇപ്പോൾ വന്നിരിക്കുകയാണ്. സിനിമയിൽ ഇപ്പോഴത്തെ വില്ലൻ വേഷത്തിൽ SJ സൂര്യ എത്തിയേക്കുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലായി തന്നെ കൺഫേം ആക്കിയിരിക്കുകയാണ്. സിനിമയെക്കുറിച്ച് ഇപ്പോൾ SJ സൂര്യ പറഞ്ഞിരിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ചിത്രമാണെന്നും കൂടാതെ തന്നെ വലിയ പ്രതീക്ഷയുള്ള ഒരു സിനിമയായിരിക്കുമെന്നാണ് ഇപ്പോൾ SJ സൂര്യ തന്നെ പറഞ്ഞിട്ടുള്ളത്. സിനിമയുടെ ഷൂട്ട് ഇപ്പോൾ ചെന്നൈയിലാണ് ആരംഭിച്ചിട്ടുള്ളത്. യുവൻ ശങ്കർ രാജാണ് ഈ സിനിമയ്ക്ക് മ്യൂസിക് എല്ലാം ചെയ്യുന്നത്. രജനി ചിത്രമായ കൂലി സിനിമയിൽ ഫഹദ് ഫാസിൽ എത്തിയേക്കുമെന്ന് നേരത്തെ റൂമറുകളെല്ലാം വന്നിരുന്നു. ഇപ്പോൾ ഈ സിനിമയിൽ ഫഹദ് ഫാസിൽ ഉണ്ടായേക്കില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. നിലവിൽ ഫഹദ് ഫാസിലിൻ്റെ സിനിമകളുടെ തിരക്ക് കാരണമാണ് ഈ സിനിമയിൽ നിന്ന് പിന്മാറി എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ശിവകാർത്തികൻ ചിത്രമായ അമറാൻ സിനിമയുടെ റിലീസ് തീയതി ഇപ്പോൾ ഒഫീഷ്യലായി തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സിനിമ ഇപ്പോൾ ദീപാവലി റിലീസായിട്ട് ഒക്ടോബർ 31-നാണ് സിനിമ ഇപ്പോൾ റിലീസ് ഉറപ്പിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ അജിത്തിൻ്റെ വിടാമുയർച്ച എന്ന സിനിമയും ഇതിൻ്റെ ഒപ്പം ക്ലാഷ് റിലീസായി വന്നേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും വിടാമുയർച്ചയുടെ അടുത്ത അപ്ഡേറ്റിനായിട്ട് ഇനി കാത്തിരിക്കാം. ആസിഫ് അലി നായകനാക്കി ജോഫിൻ ടോജാക്ക് സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ഷൂട്ട് ഇപ്പോൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ആസിഫ് അലിയെ കൂടാതെ തന്നെ ഈ സിനിമയിൽ അനശ്വര രാജൻ, മനോജ് കെ ജയൻ എന്നിവരാണ് മറ്റുള്ള പ്രധാന വേഷത്തിലെത്തുന്നത്. ചിത്രം ഒരു പീരിയോഡിക് ഫിലിമും കൂടിയാണ്. ചിത്ത എന്ന സിനിമയ്ക്ക് ശേഷം സിദ്ധാർത്ഥ നായകനാവുന്ന സിദ്ധാർത്ഥിന് 40ാമത്തെ ചിത്രം ഇപ്പോൾ ഒഫീഷ്യലായി തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സിനിമ സംവിധാനം ചെയ്യുന്നത് 8 തോട്ടക്കൽ എന്ന സിനിമയുടെ സംവിധായകനും കൂടിയാണ്. സിദ്ധാർത്ഥിനെ കൂടാതെ തന്നെ ഈ സിനിമയിൽ ശരത് കുമാർ, ദേവയാനി, ചൈത്ര അച്ചർ, മീത രഘുനാഥ് എന്നിവരാണ് ഈ സിനിമയിൽ മറ്റുള്ള പ്രധാന വേഷത്തിലെത്തുന്നത്.